ഹലോ അനമ്മാസ് ഫാമിലി, അനമ്മാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഭയങ്കര തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ മുട്ട പുഴുങ്ങാനുള്ള പുറപ്പാടാട്ടോ. മുട്ട പുഴുങ്ങി വെച്ചേക്കും ഓൾറെഡി. നമുക്ക് രാവിലെ മുട്ടക്കറി ആട്ടോ. അപ്പോൾ മുട്ടക്കറിയാണ്. അപ്പം ഒരു മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നേരത്തെ ഇരുന്ന മാവാണ് ഇപ്പോൾ തുറന്ന് കാണിക്കുന്നത്. ആ മാവ് ഫ്ലോപ്പായിരുന്നു ഗൈസ്. ആ മാവ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ അമ്മയും വലിയമ്മച്ചിയും അമ്പാടിയും എല്ലാവരും വരുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ നമുക്ക് അപ്പോൾ മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിക്കറി റെഡിയായി. ഉള്ളിക്കറിക്ക് ഇച്ചിരി എരി കൂടുതലാണെന്ന് എല്ലാവരും പറഞ്ഞ്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ മുട്ട ഇടുന്ന പരിപാടി. ആര് മുട്ടയിടും? ഞാൻ മുട്ടയിടും. ഞാനല്ല മുട്ടയിടുന്നത്, ഞാൻ ഉള്ളിക്കറിയിലോട്ട് മുട്ട പറക്കി ഇടും. അങ്ങനെ 6 മുട്ടയുണ്ട് കേട്ടോ. നമ്മൾ 6 പേർക്ക് 6 മുട്ട, നീലൂട്ടനും കൂട്ടി 6 പേരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മുട്ട വീതം. അപ്പോൾ ഇനി മുട്ട അതിനകത്ത് കിടന്ന് ഒന്ന് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. മുട്ടയിൽ ഞാനിങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ട്, വരയായിട്ടിട്ടിട്ടുണ്ട്. അന്നേരം ഉള്ളിലോട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആ ഒരു ഗൂഢതന്ത്രമാണത്. അപ്പോൾ അതിനകത്ത് കിടന്ന് മുട്ട കിടന്നൊന്ന് ഗുളുഗുളു ആവട്ടെ. ഇനി എന്തു ചെയ്യണം? ഇനി എന്തോ ഞാൻ ചെയ്യാൻ പോകുന്ന സത്യത്തിൽ ഇനി അത് അടച്ചു വെച്ചു കേട്ടോ. സോറി ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആ കറീനെ മാറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ എടുത്ത പാത്രം അങ്ങ് കഴുകി വയ്ക്കാം. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേനുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് ചെയ്യണം. നേരത്തെ ജോലി ഒതുക്കണമെന്നൊക്കെ വിചാരിച്ചതാട്ടോ, പക്ഷെ നടന്നില്ല. അപ്പോൾ അപ്പങ്ങളിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ആദ്യത്തെ അപ്പം തന്നെ ഫ്ലോപ്പായിപ്പോയി. എനിക്ക് എപ്പോഴും ഇങ്ങനെ അപ്പം ചുടുമ്പോൾ എനിക്ക് ആദ്യത്തെ അപ്പം ഫ്ലോപ്പായിപ്പോവും. പിന്നെ ഞാൻ ചോറ് വെച്ചത് കുക്കറിലാട്ടോ. നമ്മളെ സുരേഖരി പെട്ടെന്ന് വേവട്ടെന്ന് പറഞ്ഞ് കുക്കറിൽ വെച്ചു, പക്ഷേ അതും ഫ്ലോപ്പായിപ്പോയി. കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഒരുമാതിരി ഒട്ടി വെള്ളമയ പോലെ കിടക്കുന്ന പോലെ ചോറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ പിന്നെ എടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തു ചോറ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീനിയായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറിയും ചീനി വേവിച്ചതും ചോറുമായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ ചീനിയൊക്കെ പൊളിച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തി അരിഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേവുന്ന ചീനി അല്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഇടിച്ച് കുഴച്ചൊക്കെ എടുത്ത്. നല്ലതായിട്ട് കുഴഞ്ഞതൊന്നുമില്ലായിരുന്നു. ഇത് ഈ മഞ്ഞ കളർ കാണുന്നത് മഞ്ഞ കളറൊന്നും ഇല്ല കേട്ടോ, തനി വെള്ള കളറാണ് ചീനിക്ക്. പക്ഷേ മേളിലൊരു കവറ് തൂക്കിയിട്ടിട്ടുണ്ട് ഞാൻ, മഞ്ഞ കളറിലെ കവർ. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ നമ്മുടെ ചീനിയിൽ വരുന്നത്, മഞ്ഞ കളറായിട്ട്. അപ്പം 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ കണ്ടിക്കാനായിട്ട്. മീൻ കണ്ടിക്കുന്നത് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മതി. ഇല്ലെങ്കിൽ കുറച്ച് ഒരു 8 മീനുണ്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ ചീനി അടപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഞാനും പോയി കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ചേട്ടായി നീലൂസും കഴിച്ചുകൊണ്ടിരിക്കുക. നീലൂസിനെ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് ഉടുപ്പും നിക്കറും ഒക്കെ ഇടിപ്പിച്ച് സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കട്ടൻ ഇട്ടുകൊണ്ട് ഞാനിവിടെ പോയി കഴിക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടായി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയ. ചേട്ടായിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോയേ പറ്റൂ. അപ്പം ഇത്തിരി ദൂരെയും കൂടെ ആയതുകൊണ്ട് ഇനി രാത്രിയിലേ വരത്തുള്ളൂ ജോലിക്ക് പോയാൽ. അപ്പം നീലൂസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛ പോവാമെന്നും പറഞ്ഞ് ജോലിക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ഓടുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചേട്ടായി ഇറങ്ങിയിട്ട് വേണം എനിക്കിനി മീനൊക്കെ കണ്ടിക്കാനും ഒക്കെ, മീനൊക്കെ കറി വയ്ക്കാനൊക്കെ. ചീനി ഓൾറെഡി ആയി, വെന്ത് വരുന്നുണ്ട്. വേവുന്നില്ലായിരുന്നു, നല്ല വേവുള്ള ചീനിയായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ല ചീനിയെന്ന് തോന്നും, പക്ഷെ വെന്തില്ലായിരുന്നു ചീനി. വേവാത്ത ചീനി ആയതുകൊണ്ട് എനിക്കും ഒരു ഗുമ്മില്ലായിരുന്നു അത് കഴിക്കാൻ. എന്നാലും കുഴപ്പമില്ല, കുറേ നാൾ കൂടി ചീനിയൊക്കെ വേവിച്ച് കഴിക്കുമ്പോൾ ഒരു മനസ്സുഖമുണ്ട്. അങ്ങനെ ചേട്ടാ എന്താ പോവാത്തേ? കുറേ നേരം ആയല്ലോ, ഒരുങ്ങി നിൽക്കുന്നു. എന്തെങ്കിലും എനിക്ക് പറയാൻ വേണ്ടേ? ഒന്നും പറയാനും കിട്ടുന്നില്ല. എന്താണ് കുട്ടി ഇത്? ചേട്ടായി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, പോവാണ്. ഇനി വൈകിട്ട് രാത്രിയാവും വരാൻ.
അങ്ങനെ ചേട്ടാ ഇതായി ഇറങ്ങും കേട്ടോ, ഇറങ്ങാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങാൻ തുടങ്ങുക. അപ്പോൾ വാലേതാ നീലൂട്ടനും പോകുന്നുണ്ട്. നീലൂട്ടൻ ചില സമയം ചേട്ടൻ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കാലേ കയറി പിടിച്ച് അള്ളിപ്പിടിച്ച് ഇരിക്കും, നടക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ഇരിക്കും. എന്താ പറയുക. അങ്ങനെ അച്ഛനെക്കാട്ടി മുമ്പേ ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് നീലൂട്ടനും ഇറങ്ങുന്നുണ്ട്. ചെരുപ്പൊക്കെ ഇടാനായിരിക്കുമുള്ള പുറപ്പാടാണ്. അങ്ങനെ രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ കേട്ടോ. വെയിലായി, നല്ല വെയിലാവും. ഇപ്പം ഈ 2 ദിവസം കൊണ്ട് ഒരു 10-11 മണി വരെ വെയിൽ കാണത്തുള്ളൂ. പിന്നെ മഴക്കോളൊക്കെ കയറി ഇരുട്ടടഞ്ഞിങ്ങനെ കിടക്കും. പിന്നെ വൈകിട്ട് മഴയും പെയ്യും. അങ്ങനെ എല്ലാവരും വന്ന് കേട്ടോ, അമ്മയും വല്യമ്മച്ചി അമ്പാടിയും എല്ലാവരും വന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അമ്പാടി എന്നെ കാറിൻ്റെ ഇത് വെച്ചിട്ട്, നീലൂട്ടൻ എന്തിനാന്നോ കരയുന്നത്. കാറിന് ശരി, ആ കാറിനകത്തെ സാധനം ഇളകിപ്പോയി കേട്ടോ, അതുകൊണ്ടായിരുന്നു കരയുന്നത്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അമ്മ TV-യിൽ അഗാധമായ ഗർത്തത്തിലോട്ട് ഇറങ്ങി പോകാമെന്ന് തോന്നുന്നു, എന്നോട് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ കുളിച്ചു കേട്ടോ, ഞാനും കുളിച്ചു, സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ നീലൂട്ടൻ്റെ കുതിര എടുത്ത് വെച്ചിട്ട് അമ്പാടി കുതിര കളിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. വൈകിട്ട് പിന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വൈകിട്ട് നമുക്ക് പുട്ടും മീൻ വറുത്തതും പിന്നെ മീൻ കറിയായിരുന്നു, നമ്മുടെ ചൂര മീൻ കറി. അപ്പോൾ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇവിടെ ഒരാൾ നിന്നിട്ട് വയറ് കാണിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കും കേട്ടോ. വയറ്, ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും വയറിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വയ്ക്കും ഉള്ളിലോട്ട്. അങ്ങനെ ഫൺ കോമഡിയായിരുന്നു. അപ്പം ക്രിക്കറ്റ് കളിയും കാണണം, പാചകവും നടക്കണം. അടിപൊളി. നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറ, ഇതൊക്കെ എന്താണ്. അപ്പോൾ അമ്മ വന്നപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ തണ്ണിമത്തൻ കണ്ടപ്പോൾ കൊതി തോന്നിയിട്ട് തണ്ണിമത്തൻ എടുത്ത് കഴിക്കും കേട്ടോ ചേട്ടായി. അങ്ങനെ ഒന്ന് കഴിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് വേണമെന്നാ ചോദിക്കുന്നത് കേട്ടോ, തണ്ണിമത്തൻ വേണോന്ന്. എന്തൊക്കെയോ കോമഡി പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി എന്തോ ചേട്ടായി പറഞ്ഞതെന്ന്. എന്തൊക്കെയോ ചിരിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് തണ്ണിമത്തനൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ഇതിനൊക്കെ എന്താണ് പറയുക. അയ്യോ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞു കേട്ടോ. അന്നേരം എനിക്ക് ചിരി വന്നേ, ഞാൻ ചേട്ടേ പറഞ്ഞൊക്കെ മറന്നുപോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്മയും, രാവിലെ അല്ല ഉച്ചയായി, 1 മണിയൊക്കെ ആയി. അമ്മയും വലിയമ്മച്ചി അമ്പാടിയൊക്കെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അന്നേരം പോകാൻ തുടങ്ങുമായതുകൊണ്ട് നീലൂട്ടൻ അമ്മൂമ്മയുടെ കൂടെ ടാറ്റ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നീലൂട്ടൻ അമ്മൂമ്മയുടെ കയ്യിലൊക്കെ ചാടിക്കറി എൻ്റെ കയ്യിലോട്ട് വരുന്നേ ഇല്ലായിരുന്നു. അച്ഛൻ്റെ കയ്യിലോട്ടും വരുന്നില്ല, അമ്മയുടെ കയ്യിലോട്ടും വരുന്നില്ല. അപ്പോൾ അമ്മയുടെ കയ്യിലിരുന്ന് കരയുമായിരുന്നു. പോവാം ടാറ്റ പോവാം, കവറിട് നമുക്ക് പോവാം, അമ്മയുടെ കവറെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് നിക്കറും ഉടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഞാനങ്ങ് അകത്തോട്ട് കൊണ്ടുപോയി. അന്നേരം ആ ഗ്യാപ്പിന് അമ്മ മുങ്ങി, അമ്മ അങ്ങ് പോയി. അങ്ങനെ അമ്മയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ഞങ്ങളും പോകാൻ ഇറങ്ങി കേട്ടോ. ചേട്ടായി ഞങ്ങൾ എവിടെയാണ് ഈ ബാഗും കെട്ടിപ്പറക്കിക്കൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും പോകുന്നില്ല, ചേട്ടായി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ചേട്ടായി ഇടുക്കി പോവാം, ഞങ്ങളെ കൂട്ടാതെ ഇടുക്കി പോവാം. ജോലിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഇടുക്കിയിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. അപ്പം എന്നെ നീലൂട്ടനെയും വീട്ടിൽ ചേട്ടായിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടായിരുന്നു ചേട്ടായി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് മഴ പെയ്ത്. അങ്ങനെ നീലൂട്ടന് കോട്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.